ഹായ്, ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പുറത്തൊക്കെ പോയാലും മുളക് ബജിയുടെ ഒപ്പം കിട്ടുന്നൊരു സോസില്ലേ, നല്ല പുളിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസ്, അതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പീനട്ട് ആഡ് ചെയ്യണം, അതായത് കപ്പലണ്ടി. ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത്. പീനട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വറവായിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഈ ഒരു പീനട്ടിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ കാഷ്നട്ട് എടുക്കുകയാണെങ്കിൽ അധികം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ചട്നിയുടെ ഗ്രേവി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഉപയോഗിക്കരുത്. ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഒഴികെ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇതിലേക്കൊരു വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം, അതൊക്കെ മൂത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 സവാള നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തത്. വലുതാണെങ്കിൽ 1 മതിയാവും. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് പൊടികളെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് ഞാൻ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ആ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 കപ്പ് പോരാ, 1-2 കപ്പ് വെള്ളം ഇതിലേക്ക് ആവശ്യം വരും. കാരണം ഇത് നമ്മൾ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. ഇത് റെഡിയായി വരുമ്പോൾ നല്ലോണം അങ്ങ് കുറുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. തണുത്ത് കഴിഞ്ഞാലും കുറച്ച് കുറുകിപ്പോകും. അപ്പോൾ ഗ്രേവിയോടെ വേണം നമുക്ക് ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് തന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പുളി കുറവാണെങ്കിൽ പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി കണക്കാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീരെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി യോജിക്കുമ്പോൾ ആയിരിക്കും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് എന്തായാലും അടച്ച് വെക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് നന്നായിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. മിക്സിയിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല പുളിയുള്ള തൈരാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകാണ് ഈ ഒരു സോസിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നല്ലോണം വെന്ത് കിട്ടണം പച്ചമുളക്. ഞാനിപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പച്ചമുളക് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയോടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞാൽ നല്ല ചട്നിയുടെ പരുവത്തിലായിട്ടുണ്ടാവും. ഞാനത് നല്ലോണം തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. തണുത്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ പുളിയൊക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
ഇതിപ്പം ബജിമുളകിൻ്റെ കൂടെ മാത്രമല്ല ദോശൻ്റെയും ഇഡ്ഡലിൻ്റെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ കോമ്പിനേഷൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.